ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നീറുകയായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കരയായിരിക്കും. പല സങ്കടങ്ങളും പല പ്രയാസങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത കുറച്ച് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നും കരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് വേദനയാവും, അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് റിക്കവറി ആവട്ടെ, അതിനുശേഷം വീഡിയോസിൻ്റെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ചില അവസ്ഥകൾ കൊണ്ട് കരഞ്ഞു പോകാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഈ സങ്കടങ്ങളിലൊക്കെ ഞാൻ എന്നും വീഡിയോസ്, അതായത് ഞാൻ കുറേ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണും. കാരണം എനിക്കൊരു ആശ്വാസം കിട്ടുന്നത് അവരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോഴാണ്. അപ്പോൾ ഞാൻ അൻസാരി ഉസ്താദിൻ്റെ വീഡിയോസ് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഞാനും കൂടെ കുറച്ച് പ്രയാസത്തിലും സങ്കടത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോൻ്റെ മുന്നിൽ വരാൻ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യാൻ കുറച്ച് വൈകിയത്. എന്തായാലും ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ ഉസ്താദിൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. അതായത് ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഹിന്ദുവിലാണ് ഞാൻ ജനിച്ചതും വളർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി വളരുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ആചാരപ്രകാരം തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ. പിന്നെ എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ള മതസ്ഥരെ ബഹുമാനിച്ച് അവരുടെ മതപരമായ കാര്യങ്ങൾ മറ്റുള്ള മതസ്ഥർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഉൾക്കൊള്ളുകയും അവിടേക്ക് അനുവാദമുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന മുറിയിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് കയറാൻ അനുവാദമുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മൾ കയറുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിരുന്നല്ലോ. ഇപ്പം അവരുടെ മതത്തിൽ അരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പഠിച്ച കാര്യം. നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ അനുവാദം ചോദിക്കണം. ഇത് പറ്റുമോ, ഞങ്ങൾക്കിത് കയറാൻ കഴിയുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങളും അതുപോലെ അവരുടെ പള്ളികളിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമ്മൾ ഒരു വാക്ക് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. ഇന്ന് വരെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ധിക്കരിച്ചു കൊണ്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ നമ്മളെല്ലാവരും നല്ല സൗഹാർദ്ദത്തോടുകൂടി പോകണം എന്നാണ് എനിക്ക് ആഗ്രഹം. അല്ലാതെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ പോലെ നമ്മൾ രണ്ട് ചേരി തിരിഞ്ഞ് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ രണ്ട് ചേരി തിരിയുന്നത് നമ്മളെ മനസ്സിലാക്കാൻ അവരെ മനസ്സിലാക്കാൻ നമ്മളോ അല്ലാത്തിടത്തോളം കാലം എന്നും യുദ്ധം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെയായിരുന്നു പാക് പൗരന്മാർ നിരപരാധിയായ കുറേ സഹോദരങ്ങളെ ഇല്ലാതാക്കിയത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. കാരണം നമ്മളെല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഇന്ത്യക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഞാനിപ്പോൾ താമസിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കേരളത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പല കുത്തിത്തിരിപ്പും ഉണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും കൊച്ചു കുട്ടികളടക്കം ജീവിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഇങ്ങനെയൊരു വീഡിയോ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ഒരിക്കലും ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുകയോ വർഗീയത പറയുകയോ അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുകയോ ചെയ്യുന്നതായിട്ട് എൻ്റെ വീഡിയോസിൽ എൻ്റെ ചാനൽ എപ്പോഴും കാണില്ല. തെറിയൊന്നും വിളിക്കില്ല. കാരണം വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടാണെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള രീതിയിൽ ഞാൻ പ്രതികരിക്കാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു മതപരമായിട്ട് തന്നെ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെക്കുറിച്ച് തന്നെ വൃത്തിയായിട്ട രീതിയിലൊക്കെ അതായത് കാക്കമാരെ സൂചിപ്പിക്കുന്നു. അതൊക്കെ അവരുടെ കൾച്ചറിൽപ്പെട്ട വാക്കുകളാണ്. നമുക്ക് നമുക്ക് പറ്റിയ വാക്കുകളല്ല അതൊന്നും. അപ്പോൾ
ചില ആളുകൾ പിന്നെ സുഡാപ്പികൾ എന്ന് പറയുന്നു, ചില ആളുകൾ സംഘികൾ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സോ അങ്ങനെയുള്ള വൈരാഗ്യപരമായ മുദ്രകളോ അല്ലെങ്കിൽ ആംഗ്യ ഭാഷകളോ ഇതൊന്നും നമ്മുടെ ചാനലിൽ നമ്മൾ ഒരിക്കലും കാണിക്കൂല, പറയൂല. നമ്മളെല്ലാവരും നല്ല സൗഹൃദത്തോടെ പോകണം. അത് കണ്ടും ഒരാളെ ആണെങ്കിൽ കൂടെ നല്ല സൗഹാർദ്ദത്തോടെ ഇത് കണ്ടിട്ട് നമുക്ക് ഒരിക്കലും പരസ്പരം തമ്മിൽ തല്ലാതെ നല്ല രീതിയിൽ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരാളുണ്ടായാൽ മതി. അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ അൻസാരി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതായത് ആ ഒരു മോളുടെ ഞാൻ പേര് വിവരം കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും അവർ ഉസ്താദിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആ കുട്ടി, അതായത് ഒരു സഹോദരി, ഹിന്ദുവായ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഉസ്താദിൻ്റെ അടുത്ത്, ഇപ്പോൾ ഇവിടെ മതമല്ല കാര്യം, ഉസ്താദ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആരെങ്കിലും പിന്നെ എന്താ പറയുക, ഹൈന്ദവരായ ആരെങ്കിലും സഹോദരങ്ങളോ അല്ലെങ്കിൽ ഈ അമ്പലത്തിലുള്ള ശരിക്കും ഹൈന്ദവ ആചാരപ്രകാരം അല്ലെങ്കിൽ ഹൈന്ദവരായ ആളുകൾ പിന്നെ ഒരു കുട്ടീനെ രക്ഷപ്പെടുത്താൻ, അതായത് ഒരു മാരേജുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിന് ആരെങ്കിലും മുൻകൈ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്ന് തയ്യാറായി വരിക, ഇല്ലെങ്കിൽ ഞാൻ ഈ കുട്ടിയെ ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു തന്നു. അത് 100% നല്ല കാര്യം തന്നെയാണ്. കാരണം ആ കുട്ടിക്ക് എവിടെന്നും ഒരാളും സഹായം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുഞ്ഞ് ഉസ്താദിൻ്റെ അടുത്തേക്ക് വന്നത്. കാരണം ഉസ്താദ് ഒരുപാട് ചാരിറ്റി അല്ല, അതിന് ചാരിറ്റി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് മുങ്ങിത്താഴുന്ന ഒരു തോണിയിലെ ഒരാളിനെ ജസ്റ്റ് ഒരു കമ്പ് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു കയറ് കൊടുത്തപ്പോൾ അതിൽ പിടിച്ച് കയറാൻ പറ്റിയ ഒരുപാട് ജീവിതങ്ങളുണ്ട് അൻസാരി ഉസ്താദ് കൊടുത്തത്. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്ത് അവരുടെ കടങ്ങൾ ചെറിയൊരു രീതിയിലാണെങ്കിലും അവർക്ക് ആ കടങ്ങൾ വീടാൻ കഴിഞ്ഞതൊക്കെ ഞാൻ കണ്ടിരുന്നു. ആരുടെയും പേര് ഞാനിവിടെ പറയില്ല, കാരണം ഉസ്താദ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലെനിക്കിപ്പോൾ പറയാനുള്ളത് കാളി എന്ന് പറയുന്ന ഉണ്ണിയിലെ, അവരുടെ പേര് എനിക്ക് ഫുള്ളായിട്ട് അറിയില്ല, പക്ഷെ അവരുടെ ചാനലൊക്കെ ഞാൻ കാണാറുള്ളതാണ്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തെയോ അൻസാരി ഉസ്താദിനെയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഉസ്താദ് വേണ്ടി വന്നു ഹൈന്ദവരായ ഞങ്ങളുടെയൊക്കെ കണ്ണ് തുറപ്പിക്കാൻ എന്ന് പിന്നെ കാളി മീഡിയ പറയുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അത് ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഓടി നടക്കണം. ഓരോ പഞ്ചായത്തിലും ഓരോ ആളുകൾ, എത്ര പേരുണ്ട്, നമ്മുടെ ഹിന്ദുക്കളായ എത്ര പേരുണ്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, അവർക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെങ്കിലും തിരിഞ്ഞു നോക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരാൾ പോലും പിന്നെ സങ്കടപ്പെടേണ്ട വരില്ല. ഒരാളുടെ കല്യാണം പോലും മുടങ്ങില്ല, ഒരാളുടെ ചികിത്സ പോലും മുടങ്ങില്ല, ഒരാളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരിക്കലും മുടങ്ങിപ്പോകില്ല. പക്ഷേ അതാരും അന്വേഷിക്കാനോ അല്ലെങ്കിൽ മുൻകൈ എടുത്ത് ചെയ്യാനോ ആരും ഇല്ല, നമുക്ക് കഴിയില്ല. പിന്നെ അമ്പലത്തിലാണെങ്കിൽ നമുക്ക് തൊഴുതാൻ പോവാം. നമ്മളൊക്കെ ഓരോ കാണിക്കുന്നത് 1 രൂപ 2 രൂപ അല്ലെങ്കിൽ 10 രൂപ, ഏറി വന്നാൽ പുഷ്പാഞ്ജലിക്ക് 25 രൂപ 50 രൂപ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ വലിയ എമൗണ്ട് കിട്ടുമോ? ഇല്ല. അമ്പലത്തിൽ എന്തായാലും കിട്ടില്ല എന്ന് 100% അറിയാം. അപ്പോൾ രക്ഷണം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഹിന്ദു എന്താ പറയുക ഹൈന്ദവരായ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു രക്ഷണം എന്ന് പറയുന്ന ഒരു ചാരിറ്റിയാണോ അങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് കാളി മീഡിയ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരാളെങ്കിലും അത് മുൻകൈ എടുത്തിട്ട് ചെയ്യാൻ ശ്രമിച്ചല്ലോ, അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഞാനൊരിക്കലും ആരെയും പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നതല്ല. ഇപ്പോൾ ഞാനൊരിക്കലും രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളോ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഉസ്താദ് വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനൊരു ആശയം കാളി മീഡിയ അവർ ചെയ്തു. അപ്പോൾ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയെങ്കിലും ഇപ്പോൾ ഉസ്താദ് ആരായാലും ശരി, ഒരാൾ വന്നല്ലോ, മുന്നോട്ട് വന്നപ്പോൾ കണ്ണ് തുറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഒരു മറുപടിയാണ്. കാരണം പിന്നെ ഉസ്താദ് വേണ്ടി വന്നു ഇങ്ങനെയൊരു കാര്യം അറിയാനായിട്ട്. കാരണം അത്രയും ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടായിട്ട് ആ കുഞ്ഞിനെ
അത്ര ഏട്ടന്മാരുണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവുമല്ലോ, അത്രയും ആങ്ങളമാരുണ്ടാവുമല്ലോ, അവരൊന്നും ഇത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും ഇത് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയെങ്കിലും കരകയറ്റി വിടുക. അതിപ്പം സാധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ആ കുഞ്ഞിൻ്റെ ഈ ഒരു വിവാഹത്തിന് മുൻകൈ എടുക്കാൻ സാധിച്ച ഉസ്താദിന് ഒരുപാട് നന്ദി. ഒപ്പം തന്നെ കാളി മീഡിയയ്ക്കും 1000 നന്ദിയുണ്ട്. കാരണം ഞാനും ഉസ്താദും ഇപ്പോൾ കാളി മീഡിയം അവരൊക്കെ പല ഇപ്പം 5 പേരിൽ ഒന്നാണോ? ഇല്ല, 5 പേരിൽ ഒരുപോലെയല്ല. അപ്പോൾ നമുക്ക് 3 പേർക്ക് 3 സ്വഭാവങ്ങളായിരിക്കും, മൂന്ന് മതത്തിൽപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ 3 പിന്നെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവരായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാവരും ഒത്തുചേർന്നു. ആർക്ക് വേണ്ടി? ആ കുഞ്ഞു സഹോദരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ആയാൽ മതി, ഈ ഒരു രീതിയിൽ പോയാൽ മതി. എനിക്ക് ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. അല്ലാതെ ഞാൻ ഒരാളുടെ വീഡിയോ ചെയ്തത് കൊണ്ട് നീ അങ്ങനെ വീഡിയോ ചെയ്തില്ലേ, നീ അവരെ സുഖിപ്പിച്ചില്ലേ, അങ്ങനെയൊന്നും അല്ല. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യാറ്. ആരാണോ നല്ലത് ചെയ്യുന്നത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അവരുടെ വീഡിയോസ് ക്ലിപ്പോ കാര്യങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ. കാരണം ഈ വീഡിയോ ഒന്നാമത് ലോങ് ആയി. പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ സംസാരിച്ചത്. അപ്പോൾ എന്തായാലും 2 പേർക്കും നന്ദി അറിയിക്കുന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയോ വൈരാഗ്യമോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ആ ഉസ്താദ് കാണിച്ച ആ ഒരു കാര്യം അത് ഞാൻ എടുത്തു പറയുകയാണ്. ഉസ്താദ് ആദ്യം തന്നെ പറഞ്ഞു, ഹൈന്ദവരായ നല്ല സഹോദരങ്ങൾ കേൾക്കണം, പിന്നെ ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഒരു വിവാഹമാണ്, അപ്പം നിങ്ങളിത് നടത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് അദ്ദേഹം ചോദിച്ച ആ ചോദ്യത്തിന് കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട്. കാരണം അദ്ദേഹം വർഗീയത ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം. ഞാൻ ചെയ്തു കൊടുക്കാം, എനിക്ക് എൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്തതുമില്ല. എന്തായാലും ഇനി തുടരട്ടെ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ 2 പേർക്കും, രക്ഷണത്തിനും അതുപോലെ തന്നെ അൻസാരി ഉസ്താദിനും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.